പിടിച്ച് മണ്ണിന്റെ മനം വീരനായകനം ശരി വരെ അഭിമാനത്തിന്റെ കൊടിനാട്ടാൻ മൊഗ്രാൽ കാത്തിരുന്നീടും ഈ നിമിഷം വേഗത്തിൽ മുന്നേറും താരകമേ സ്നേഹാലയം നൽകും സ്വീകരണം മരുഭൂമിയിലെ തീക്കാറ്റിനിടയിലും മൺപാതകളിലെ സാഹസപ്പാതകളിലും കാറിന്റെ ചക്രങ്ങൾ തീർക്കുന്ന ഗീതം ഇന്ത്യൻ മണ്ണിലലയടിച്ചല്ലോ അജയ്യനാം നാവിഗേറ്റർ വീരനാം വീരൻ മൊഗ്രാലിൻ മാനം കാത്തൊരു ധീരൻ അനന്തവിഹായസിൽ ചക്രത്തിന്റെ ഗതി ശരീഗുൽ എന്ന പേര് റേസിംഗ് ലോകത്തിന്റെ മതിപ്പ് കേരളത്തിന്റെ മകനായി വളർന്നോരീ ധീരൻ കാറാലി രംഗത്തെ കിരീടം ചൂടിയ വീരൻ ഓരോ വളവിലും ഓരോ കുതിപ്പിലും ഉരുക്കുപോലുള്ള നിശ്ചയദാർഢ്യം ചാമ്പ്യൻ പട്ടം നേടി നീ ഉയർന്നല്ലോ ഞങ്ങൾക്കേറെ അഭിമാനം നൽകിയല്ലോ ഈ മണ്ണിൽ പിറന്നു ഈ സ്നേഹം നുകർന്നു നിന്റെ സ്വപ്നങ്ങളെ നീ യാഥാർത്ഥ്യമാക്കി മൊഗ്രാൽ എന്ന പേര് ലോകം കേട്ടല്ലോ നിന്റെ നേട്ടത്തിൽ ഞങ്ങൾ മതിമറന്നല്ലോ സ്നേഹത്തിന്റെ മാല്യം ഞങ്ങൾ അണിയിക്കാം ഈ സ്നേഹാലയം നൽകും സ്വീകരണം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പറന്നുയരൂ നമ്മളുടെ പ്രിയ ശരീഫ് താളം പിടിച്ച് മണ്ണിനി മനം വീരനായ നാം ശരീരേ അഭിമാനത്തിന്റെ കൊടിനാട്ടാൻ മൊഗ്രാൽ കാത്തിരുന്നീടും ഈ നിമിഷം
കാർ റാലി ഇതിഹാസം നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നാടിൻ്റെ അഭിമാനം മൂസ ഷെരീഫ് സ്നേഹാലയം മുഗ്രാലിൻ്റെ മുഗ്രാൽ പൗരാവലി നൽകുന്ന സ്വീകരണ ചടങ്ങിലാണ് നാം ഇവരും സംബന്ധിച്ചിട്ടുള്ളത്. മുഗ്രാൽ യുനാനി ഹോസ്പിറ്റലിൻ്റെ പരിസരത്തു നിന്നും എല്ലാവരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ അദ്ദേഹത്തെ നമ്മൾ വേദിയിലേക്ക് ആനയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നവർക്ക് സ്വാഗതം ആശംസിക്കുന്നത് സ്നേഹാലയത്തിൻ്റെ അഭിവാജ്യഘടമായ സിദ്ദീഖ് റഹ്മാനാണ്. അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ മുഗ്രാലിൻ്റെ അഭിമാന താരമായി മാറിയിരിക്കുന്ന മൂസ ഷെരീഫിനുള്ള ഹാർദവമായ വരവേൽപ്പാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏകദേശം 35 വർഷത്തോളമായി സ്നേഹാലയം ക്ലബ്ബ് എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ സംഘാടകരും അതിൻ്റെ എല്ലാമായിരുന്ന മൂസ ഷെരീഫ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു കാർ റാലി ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ്. ഒട്ടനവധി തവണ കാർ റാലി ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ നാടിനും ലോകത്തിന് തന്നെയും ഒരു മുഖമുദ്രയായിട്ട് മാറിയിട്ടുള്ള മൂസ ഷെരീഫ് ഈ നാട്ടിലെ വലിയ ഒരു സഹപാഠിയും സുഹൃത്ത് വലയം പങ്കുവെച്ച ഒരാളും മാത്രമല്ല, ഈ ദേശത്തിന് തന്നെ എല്ലാമായി മാറിയിരിക്കുന്ന ഒരാൾ കൂടിയാണ് മൂസ ഷെരീഫ്. ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അതിഥിയും സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള മൂസ ഷെരീഫ് അവർക്ക് ഈ നാടിന്റെ, ഈ ജന്മദേശത്തിന്റെ ആദരവും സ്വാഗതവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള റഹ്മാൻ ഗ്രൂപ്പിന്റെ മുഖ്യ ആളുകളിൽ ഒരാളായ റഹ്മാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ എല്ലാവിധ സ്വാഗതവും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളിൽ ഒരാളായി ഞങ്ങളോടൊപ്പം ഈ നാടിനൊപ്പം ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി തളങ്കര അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ സംഘാടക സമിതിയുടെ പേരിൽ എല്ലാവിധ സ്വാഗതവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാക്സവന്റെ എല്ലാമായ മാഹിൻ മാസ്റ്റർ അവர்களுണ്ട്. അവർക്കും ഈ സംഘടനയുടെ പേരിൽ എല്ലാവിധ സ്വാഗതവും ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈമാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ TM ഷുഹൈബുണ്ട്. അദ്ദേഹത്തിനും എല്ലാവിധ സ്വാഗതവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പിക് ചെയർമാൻ ഹമീദ് മുഗ്രാൽ അവർക്ക് എല്ലാവിധ സ്വാഗതവും അതുപോലെ തന്നെ കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്നേഹാലയത്തിന്റെ എല്ലാമായ ZA മുഗ്രാനാണ്. അദ്ദേഹത്തിനും എല്ലാവിധ സ്വാഗതവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിട്ടുപോയി എല്ലാമായ ഈ നാടിന്റെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചു നിൽക്കുന്ന നമ്മുടെ സിദ്ദീഖ് അലി മുഗ്രാലുണ്ട്. അവർക്ക് ഈ സംഘടനയുടെ പേരിൽ എല്ലാവിധ സ്വാഗതവും കടപ്പാടും അറിയിച്ചുകൊണ്ട്, അതുമാത്രമല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, സഹകരിച്ചവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ZA മുഗ്രാലിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഒരു മിനിറ്റ്, ഒരു മനോരഞ്ജനമുണ്ട്. നമ്മുടെ നാട്ടിലെ മരണപ്പെട്ട ചൈനയിൽ മുഹമ്മദ് ഉണ്ണി ഇത് അനുശോചിച്ചുകൊണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് എഴുന്നേക്കും. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായിക്കൊണ്ട്
തന്റെ കരിയറിലെ ഏറ്റവും ഉന്നതമായ മേഖലയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായിക്കൊണ്ട് ജിദ്ദയിൽ നടന്ന ദേശീയ അന്തർദേശീയ മത്സരത്തിൽ ചാമ്പ്യൻസ് പട്ടം നേടുകയും ഉന്നതമായ വിജയം നേടി അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന ഈ ചടങ്ങ് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അത് വിവരിക്കുന്നതിന് വേണ്ടി ആരിഫ് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധ്യക്ഷ പ്രസംഗം എന്ന ചെറിയ തോതിൽ ഞാൻ സൂചിപ്പിക്കാനുള്ളത് സ്നേഹാലയം എന്ന് പറയുന്ന ഞാനും ഷെരീഫും ഈ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായിട്ട് പ്രസിഡന്റില്ല, പ്രത്യേകമായിട്ട് സെക്രട്ടറി ഇല്ല, പ്രത്യേകമായിട്ട് ട്രഷറില്ല, പ്രത്യേകമായൊരു ഫണ്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്, ഒത്തുചേരാറുണ്ട്. അതൊരു സ്നേഹ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കളിച്ചിരി തമാശകൾ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നാടിന്റെ പല കാര്യങ്ങൾ ഇടപെടാറുണ്ട്. അത് വലിയ പബ്ലിസിറ്റിയോടുകൂടി ചെയ്യാറില്ല. പക്ഷേ നാടിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലോകോത്തരമായ നിലപാടിലെത്തുമ്പോൾ അവരനുസരിക്കാനും നാട്ടുകാരുടെ മുമ്പിൽ വെക്കാനും കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പരിപാടി നമ്മളെ സംഭവിക്കുന്നത്. മൊഗ്രാലിലെ ഒട്ടനേകം ക്ലബ്ബുകൾ, ഒട്ടനേകം സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഒട്ടുമിക്ക ആളുകളത് പ്രതിനിധികളായി ഏറ്റിട്ടുണ്ട്. മൂസ ഷെരീഫിനെ ആദരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് പല ആളുകൾ പലതരത്തിലുള്ള ഉപഹാരങ്ങളും ഷാളുകളും നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആരിഫുമായി ബന്ധപ്പെട്ട് അവരുടെ പേരും സംഘടനയുടെ പേരും വരുന്ന ആളുടെ പേരും നൽകണമെന്ന് അറിയിക്കുകയാണ്. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. മൂസ ഷെരീഫിനെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് മൊഗ്രാലിലെ ജനങ്ങൾക്ക് മുമ്പിൽ മൂസ ഷെരീഫിനെ പരിചയപ്പെടുത്തുന്നില്ല. എങ്കിലും 35 വർഷത്തെ അദ്ദേഹത്തിന്റെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഷെരീഫിന്റെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആരിഫിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഇന്നത്തെ കഥാപുരുഷൻ ഷെരീഫ് പർവാടി മൂസ ഷെരീഫിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ ശ്രദ്ധേയനായ അദ്ദേഹത്തെ ഒരു ചടങ്ങിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് മാത്രം പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വത്തെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ഏൽപ്പിച്ച ചുമതല ഞാൻ നിർവഹിക്കുകയാണ്. 1971 പരേതനായ സൈനുദ്ദീൻ പർവാഡിൻ്റെയും ആയിഷയുടെയും മൂത്ത മകനായ പർവാഡാണ് മൂസ ഷെരീഫിൻ്റെ ജനം. മംഗലാപുരത്തായിരുന്നു കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭാര്യ സഫീന കെയും, മക്കൾ സൈനുൽ സിലാഹ്, മുഹമ്മദ് ഫലാഹ്, സമാഹ് ഫാത്തിമ എന്നീ 3 മക്കൾ. മോട്ടോർ സ്പോർട്സിലെ അവിസ്മരണീയമായ യാത്ര 1993 അദ്ദേഹത്തിന് 22-ാം വയസ്സിലാണ് തുടങ്ങിയത്. മൂസ ഷെരീഫിൻ്റെ ഈ തേരോട്ടം 33 വർഷത്തെ ഈ സജീവ യാത്രയിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ ലോകോത്തരമാണ്. ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം പങ്കെടുത്തത് 343 റാലികളാണ്. ഇത് ഒരു ഇന്ത്യക്കാരൻ്റെ റെക്കോർഡാണ്. ഇതിൽ 101 അന്താരാഷ്ട്ര റാലികളിൽ പങ്കെടുത്തതും ഒരു ഇന്ത്യക്കാരൻ്റെ എക്കാലത്തെയും മറ്റൊരു റെക്കോർഡാണ്. 23 ചാമ്പ്യൻഷിപ്പ് വിജയങ്ങൾ കരസ്ഥമാക്കിയത് മറ്റൊരു ഇന്ത്യൻ റെക്കോർഡ്. ചുരുക്കി പറഞ്ഞാൽ റെക്കോർഡുകളുടെ ഒരു തോഴനാണ് നമ്മുടെ അഭിമാനം മൂസ ഷെരീഫ്. അദ്ദേഹം ഈ കാലയളവിനുള്ളിൽ നേടിയ കിരീടങ്ങളിൽ ചില പ്രധാനപ്പെട്ടത് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. 8 തവണ ഓവറോൾ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് വിജയി, ഇതും ഒരു ഇന്ത്യൻ റെക്കോർഡാണ്. ഏഷ്യൻ സോൺ 4x4. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് റെക്കോർഡുകൾ വാരിക്കൂട്ടി സ്വന്തം നാട്ടിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ശിരസ് നിറയെ പൊന്നാടയും കൈ നിറയെ ഉപഹാരവും നൽകുന്ന അത്യപൂർവമായ ചടങ്ങാണ് സ്നേഹാലയം. ഞാൻ മൂസ ഷെരീഫിന്റെ
പിറകിലൊന്ന് തൊട്ടു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളം തുടിക്കുന്നത് ഞാൻ കേട്ടു. ഉള്ളം തുടിക്കാതെ ഇരിക്കില്ല. ഞാൻ ആലോചിച്ചത് ആരിഫ് മൂസാ ഷെരീഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇത്രമാത്രം റെക്കോർഡുകൾ നേടിയ, ഇത്രമാത്രം ഉന്നതികളെ പിന്നിട്ട മറ്റൊരാള് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത് നമ്മൾ പരിചയിച്ച ഒരു മേഖലയല്ല. ഇപ്പോഴും കാറാനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും ഒരുപാട് വിദൂരത്താണ് നിൽക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും ഒക്കെ ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മാത്രം തുറന്നു നോക്കുമ്പോൾ മാത്രം കാണുമായിരുന്ന കാർ റാലി ചാമ്പ്യൻഷിപ്പ് വാർത്തകൾ. ഇപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഒരാൾ, നമ്മുടെ കൂട്ടത്തിലെ ഒരാള്, നമ്മോടൊപ്പം നിൽക്കുന്ന ഒരാള് അത് ലോകത്തോളം തൊട്ട് ലോകത്തോളം സഞ്ചരിച്ച് ലോകത്തിന്റെ ഏറ്റവും നിറവിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് റെക്കോർഡുകൾ മാറിക്കൂട്ടിയ ഗ്രൂപ്പിൽ വന്നിരിക്കുകയാണ്. 22ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രയാണം 300-ലധികം കാർ റാലി മത്സരങ്ങളിൽ പങ്കെടുക്കുക, അത് 100-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ. ആർക്കായിരിക്കും റെക്കോർഡ് ഉണ്ടാവുക? പരിശോധിക്കേണ്ട വിഷയമാണ്. മൂസാ ഷെരീഫ് എന്ന പേരുള്ള മൊഗ്രാൻ സ്വദേശിക്കല്ലാതെ മറ്റൊരാൾക്കും അവകാശപ്പെടാത്ത ഒരു അപൂർവ ബഹുമതിയാണ് മൂസാ ഷെരീഫ് സമ്പാദിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആർക്കാണ് പറ്റുക? നമ്മളിപ്പോഴും ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും മാത്രം പിന്നാലെയാണ്. 22ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഈ ജൈത്ര യാത്ര 35 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ മൂസാ ഷെരീഫിനുണ്ട്. നാട്ടുകാരുടെ പ്രാർത്ഥനയും പിന്തുണയും അതോടൊപ്പം തന്നെ എല്ലാവിധ സപ്പോർട്ടും ഈ അവസരത്തിൽ മൂസാ ഷെരീഫിനുണ്ടാകും എന്ന് സംശയമില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മുഗ്രാൻ പൗരാവലിയുടെ നേതൃത്വത്തിൽ മൂസാ ഷെരീഫിന് ഒരു പൗരസ്വീകരണം നൽകിയിരുന്നു. വീണ്ടും ഇങ്ങനെ ഒരു സ്വീകരണം നൽകാൻ അത് സിമ്പിൾ ആൻഡ് ഗ്രാൻഡ്, സിംപിളി ഗ്രാൻഡ് എന്ന് പറയാം. സിമ്പിൾ എന്ന് നേരത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ എങ്കിലും സ്വന്തം നാട്ടിൽ നൽകുന്ന ഈ ഒരു സ്വീകരണത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നതിനെ മൂസാ ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായി. രാജീവ് ജോൺ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രാഷ്ട്രം എന്ത് തന്നുവെന്ന് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിൽ നിന്ന് കൊടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുക എന്ന ജോൺ കെന്നഡിയുടെ വാക്കിനെ മൂസാ ഷെരീഫിന്റെ പ്രവർത്തനം അർത്ഥവത്തമാകുന്നു. കാരണം അദ്ദേഹം സ്വന്തമായി രാഷ്ട്രത്തിന് ഒരു പ്രശസ്തി നൽകിയിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കമ്പാഷനായിട്ടുള്ള വ്യക്തിയാണ്. ഒരു വർഷം നിങ്ങൾ പലരുമായിരിക്കും. അതാണ് നമ്മുടെ മുന്നിൽ നാം സ്വീകരിച്ച സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുഗ്രാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദേശീയ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മികച്ച നേട്ടം കൈവരിച്ച മൂസാ ഷെരീഫ് നമ്മുടെ കൊച്ചുഗ്രഹമായ മുഗ്രാനിന്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച സ്നേഹരായ ഗ്രൂപ്പിനെ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും വലിയ നേട്ടങ്ങൾ അദ്ദേഹം സുസ്മേരവചനായി ലാളിത്യത്തിന്റെ പ്രതീകമായി വലിയ അഹങ്കാരം പോലുമില്ലാതെ അദ്ദേഹം സാധാരണക്കാരോടൊപ്പം അദ്ദേഹം ഇവിടുത്തെ ജീവിക്കുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ ജാടകളൊന്നുമില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകരണ മുറി അദ്ദേഹത്തിന് ലഭിച്ച ഉപഹാരങ്ങൾ കൊണ്ട് വീർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നേട്ടം അദ്ദേഹം കൊയ്യുമ്പോഴും പലപ്പോഴും നമുക്കൊക്കെ വേദന ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മഹാത്മ്യവും പ്രാധാന്യവും മനസ്സിലായിട്ടുണ്ട്. മാതൃഭൂമി പോലെയുള്ള മുഖ്യധാരാ പത്രങ്ങൾ, മനോരമ അടക്കമുള്ളവർ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ സ്പോർട്സ് പേജിലടക്കം വാർത്തകൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഷെരീഫിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. മൂസാ ഷെരീഫിനെ കുറിച്ച് ഇനിയും ഞാൻ ഇവിടെ
പറഞ്ഞാൽ അത് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുമെന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേൾഡിൽ റണ്ണേഴ്സ് അപ്പാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇനി അതിൽ 1ാം സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതിനുള്ള ആരോഗ്യവും ആയുസ്സും അദ്ദേഹത്തിന് സർവശക്തനായ സർവേശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, മൂസ ഷെരീഫ് ഒരു സ്പോർട്സ്മാൻ മാത്രമല്ല, നമ്മുടെ നാടിന്റെ കാരുണ്യ മേഖലയിൽ വളരെയധികം എല്ലാ സംഘടനകളെയും ഒരുപാട് സഹായിക്കുന്ന ഒരു സഹായസ്ഥലം എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ നാടിന്റെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയൊക്കെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗം അതുപോലെ തന്നെ ഇവിടെ നടന്ന പരിചയപ്പെടുത്തൽ പ്രസംഗത്തിലൊക്കെ നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ ഈ നാടിന്റെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ പ്രിയപ്പെട്ട മൂസ ഷെരീഫ് അവരുകളെ ആദരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ചില കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും ആഗ്രഹമുണ്ട്. കാരണം എങ്ങനെയാണ് ഷെരീഫ് ഈ മേഖലയിലേക്ക് വരുന്നത്? ഏറ്റവും ചെറുപ്പത്തിൽ നമുക്ക് പരിചയമില്ലാത്ത, പക്ഷെ നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്ന് ഷെരീഫ് 2 വീലറുകളിൽ കടന്നു വന്നത്. അവിടുന്ന് 3 വീലിലേക്ക് പോയി കാർ റാലി ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാനും അഹങ്കരിക്കാനും കഴിയുന്ന സ്വകാര്യ അഹങ്കാരമായി നിൽക്കുന്ന ഷെരീഫ് ഒരുപാട് അക്കാര്യങ്ങൾ വിശദീകരിക്കും. അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന് വേണ്ടി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരെല്ലാം ഏകദേശം സീനിയർ ആൾക്കാർ. ഇവർക്കെല്ലാം ഞാൻ റാലിയിൽ എൻ്റെ കരിയർ മുതൽ അറിയാം. ഇതിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ 1993 മോട്ടോർ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തന്നെ ഉത്തരദേശം ഇതിൽ സാധ്യത ഉണ്ട്. അതുപോലെ സിദ്ദീച്ച, ഞാൻ റാലിൻ്റെ വണ്ടിയൊക്കെ എടുത്ത് സിദ്ദീച്ചാൻ്റെ വീട്ടിലൊക്കെ പോയിക്കൊണ്ടായിരുന്നു. പിന്നെ സ്പീഡ് കർണൻജാവും, പിന്നെ അമീച്ച, അതുപോലെ തന്നെ മൈ മാസ്റ്റർ, ഇവർക്കെല്ലാം എൻ്റെ ഡേ 1 മുതലുള്ള സ്റ്റോറി എല്ലാം അറിയാം. ഇപ്പോഴത്തെ റീസെൻറ്റ് യങ്സ്റ്റേഴ്സിന് ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഒരു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതുപോലെയുള്ള എല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്കറിയാം. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ സ്നേഹാലയം ഗ്യാങ് ഇരിക്കുന്നത്. ഞങ്ങളൊരു ഏകദേശം 10-25 ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഗൾഫിലുണ്ട്. അപ്പോൾ എൻ്റെ റാലി പ്രിപ്പയർ ബൈക്ക് കൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം വരും. ഞാൻ പിന്നെ നല്ല സ്പീഡിലായിരുന്നു അപ്പോൾ ഓടിക്കുന്നത്. ഒരു 93 to 95 വരെ ബൈക്കിലാണ് ഞാൻ റാലി മത്സരിച്ചത്. ഒരു ഏകദേശം ഒരു 20ഓളം ബൈക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്തു 95 വരെ. പിന്നെ അതിനുശേഷം അപ്പം തന്നെ എനിക്ക് നല്ലൊരു നാവിഗേറ്റർ കിട്ടുന്നില്ല. ഞാൻ റൈഡറായിരുന്നു, നല്ലൊരു നാവിഗേറ്റർ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിവിടെ നാവിഗേറ്ററായിട്ട് യൂണിക്കാർഡിന് റൈഡറാക്കിയിട്ട് എൻ്റെ തന്നെ ബൈക്ക് യൂണിക്കാർഡിന് റൈഡറായിട്ടാണ് കുറേ റൈഡുകൾ ഓടിച്ചു. പിന്നെ വേറെ കുറേ ആളുകളുടെ കൂടെ എല്ലാം ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച പിന്നെ ഞാൻ എന്നെ നാവിഗേഷൻ പഠിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയി. അപ്പോൾ വിചാരിച്ച് ഞാൻ ഈ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യുന്ന ബെറ്ററുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള നോക്കുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നാവിഗേറ്ററിനാണ് എപ്പം ഡിമാൻഡ്. നല്ല ഫോമിലുള്ള റൈഡർ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് വരും. പിന്നെ അവിടെ ഫോം ഉണ്ടാകുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഫ്ലോപ്പ് പോകും. അപ്പോൾ നാവിഗേറ്ററായിട്ട് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഡിമാൻഡും എക്സ്പീരിയൻസ് സീനിയോറിറ്റി ഉള്ള ആൾക്കെല്ലാം പിന്നെ ഇതിന് ഒരു ഏജ് റിട്ടയർമെൻ്റ് ഒന്നുമില്ല. എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അത്ര ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഞാൻ റൈഡറായിട്ടുള്ളതിനെ ഞാൻ ചേഞ്ച് ആക്കിയിട്ട് ഞാൻ നാവിഗേറ്ററായി 95 മുതൽ തന്നെ ഞാൻ ബൈക്ക് ഷോപ്പ് ചെയ്ത് 4 വീലറിൽ നാവിഗേറ്ററായി. അതിനുശേഷം MRF, JK ടയർ, പിന്നെ ഒരുപാട് വേറെ ടാറ്റ ടീം, മൈമ്ര, അങ്ങനെ വേറെ ടീമിലൊക്കെ കോമ്പീറ്റ് ചെയ്തു. ഒരുപാട് ഡിഫറെൻറ്റ് ആളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പം ഇതുവരെ 56 ഡിഫറെൻറ്റ് ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പാർട്ട്ണറായിട്ട് മത്സരിച്ചിരിക്കുന്നത്. അതൊരു റെക്കോർഡാണ്. കൂടെ ആൾക്കാരുടെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് തന്നെ ഒരു വലിയൊരു നേട്ടം. അപ്പോൾ ഇത്ര ആൾക്കാരുടെ കൂടെ
മത്സരിക്കുന്നത് മാത്രമല്ല, മത്സരിച്ച ആൾക്കെല്ലാം മാക്സിമം ഫിനിഷിംഗ് റെക്കോർഡ് കൂടി എനിക്കുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ 95% ഞങ്ങൾ ഫിനിഷിംഗ് റെക്കോർഡുണ്ട്. അപ്പോൾ കൂടെ ആരൊക്കെ കൂടെ മത്സരിക്കുന്ന അവരുടെ കൂടെ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് അവർക്കെല്ലാം തിരിച്ചു പോകുമ്പോൾ അവർ കാറ്റഗറിയിൽ. അപ്പോൾ ഇതായിരുന്നു ഒരു ഞാൻ നാവിഗേറ്ററായിട്ട് ചൂസ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ 33 ഇയറാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. ഈ അടുത്ത ആഴ്ച നമുക്ക് ഡിസംബർ ആകുമ്പോൾ 33 ഇയേഴ്സ് കംപ്ലീറ്റ് ആവും. അങ്ങനെ അടുത്ത സീസൺ 34th സീസൺ ആയിരുന്നു മത്സരിക്കുന്നത്. പിന്നെ എനിക്ക് എപ്പം ഡേ 1 മുതൽ തന്നെ മുതലാളിന് എല്ലാവരും സപ്പോർട്ട് അതാണ് ആവശ്യമുള്ളത്. നാട്ടുകാരുടെ സപ്പോർട്ടാണ് മെയിൻ ആവശ്യമുള്ളത്. വേറെ ഇവന്റിന്റെ അടുത്തെല്ലാം കുറേ ആൾക്കാർ ഓൾ ദ ബെസ്റ്റ് അങ്ങനെയൊക്കെ പറയും. പക്ഷേ അത് അങ്ങനെ ഒരു നമുക്കൊരു ബെനിഫിറ്റായിട്ട് പറയുന്നതാണ്. നാട്ടുകാർ എപ്പോൾ ഓൾ ദ ബെസ്റ്റ് പറയുന്നത് അത് നമുക്ക് നമ്മളോട് സ്നേഹത്തോട് പറയുന്നത്. അപ്പോൾ ഓരോ റാലിയിൽ മത്സരിക്കുമ്പോഴും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയിട്ട് നാട്ടിലത്തെ എത്രയോ ആൾക്കാർ ചിലപ്പോൾ അടുത്ത് റിപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനത്തെ അത്രയും കൂടുതൽ ആൾക്കാർ എപ്പോൾ കമന്റ് ഇട്ടുണ്ടാവും. പിന്നെ മുഖരാലിലെ എനിക്ക് ചിലപ്പോൾ കിട്ടിയത്ര സ്വീകരണം വേറെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാ സംഘടന, എല്ലാ ക്ലബ്, എല്ലാ ആൾക്കാരും അത്രയും സ്വീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചടങ്ങ് ഓർഗനൈസ് ചെയ്ത സ്നേഹാലയം, അതുപോലെ തന്നെ മുതലാളിലെ എല്ലാ സംഘടനകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞാണ്. ഇരുളിൻ മറനീക്കി ചക്രവാളം ലക്ഷ്യം വെച്ച് ഒഴുകും കാറ്റിന്റെ കൈകരലിൽ താളമായി മൂസാ ഷെരീഫ്. വേഗതയാണവന്റെ വേദം, വിജയമാണവന്റെ ലക്ഷ്യം. മാറ്റേറും മണ്ണിന്റെ മോഹമായി മുന്നേറും ധീരനേദം. മലനിരകൾ വകഞ്ഞു മാറ്റി മൺപാതകൾ ശരവേഗം താണ്ടി ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പാഞ്ഞു കരുത്തിച്ചാലു കീറി. ഓരിന്റെ തീവ്രേറി കാതോരം കാത്തിരുന്ന് കാലത്തിൻ കവിത പോലെ